ഫാസ്റ്റ് ഫോർവേഡ് ടു കോളേജ്. പിന്നെ കോളേജിൽ നിന്നാണ് ഒരു റിയൽ കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് കോളേജിൽ പഠിച്ചത്? കോളേജ് TKM കോളേജ്, കൊല്ലം, അവിടെയായിരുന്നു. അപ്പം അതിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ടെക് ഒക്കെ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഏത് ഇയർ ആയിരുന്നു? ഞാൻ 2010 to 2014 പാസ് ഔട്ട് ആണ്. അതിൽ നമ്മൾ എൻ്റെ co-founder-ഉം ഞാൻ അവിടെ നിന്നാണ്, കോളേജിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോഡിങ്ങിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് തന്നെ, അപ്പം നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന കോഡിങ് അല്ല, പക്ഷെ അവിടെ CPP ഒക്കെ ആണെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മളൊരു PHP അങ്ങനെ വെബിലേക്കുള്ളൊരു എന്തൂസിയാസം ആ ഒരു ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ PHP സ്വന്തമായിട്ട് പഠിച്ചു. അങ്ങനെ ആ ഒരു ടൈമിലാണ് അവിടെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു? കോളേജ് സീനിയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ ഒരു ചെറിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ടപ്പ് സൈറ്റൊന്നും ഇല്ല, പക്ഷെ അത്യാവശ്യം കോളേജ് ആ ഒരു അക്കാദമിക്സിന്റെ പുറത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു വൺ പ്രൊജക്റ്റ് ആയിട്ട് ഒരു ഫേസ്ബുക്ക് ആപ്പ് ഉണ്ടായിരുന്നു, ഒരു ക്രഷ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം. ഒരു ഉടായ്പ ആപ്പാണ്, പക്ഷെ എന്തോ അത് ഫ്രണ്ട്സിന്റെ ക്രഷ് എൻ്റർ ചെയ്തിട്ട് അപ്പം അതിൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയാം, പക്ഷെ അത് ഇൻവൈറ്റ് ചെയ്ത ആൾക്ക് ഇവരെ ക്രഷിന്റെ നെയിം സെൻഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു ആപ്പ്. ഒരു ചുമ്മാ ഒരു ഫൺ സംഭവത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പം അതെന്തോ വിത്തിൻ മന്ത്സ് ഒരു 300K, അതായത് 3 ലക്ഷം ആൾക്കാർ ഉപയോഗിച്ചു. കോളേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അങ്ങനെ ഗ്രോ ചെയ്ത് വേൾഡ് വൈഡ് കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചു. അതാണ് ഒരു 3-4 മന്ത്സ് ഗ്യാപ്പിൽ ഒരു 3 ലക്ഷം യൂസേഴ്സ് ആ ഒരു ഇതിൽ. അപ്പൊ അതില് അതാണ് എന്റെ ഫസ്റ്റ് $, ഇന്റർനെറ്റ് മണി എന്ന് പറഞ്ഞത്. അവിടെ പൈസ ഉണ്ടാക്കി. അതെ, അത് ആഡ് ആയിരുന്നു, ഫേസ്ബുക്ക് ആപ്പിന്റെ ഉള്ളിലെ ആഡ്. എത്ര എമൗണ്ട്? ഒരു ഓൾമോസ്റ്റ് 50K INR പെർ മന്ത് ഒക്കെ. അങ്ങനെ 50K INR 2013 ആ സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്തുള്ള ബിഗ് മണിയാണ്. അപ്പൊ അന്ന് ആ എമൗണ്ട് വെച്ച് എന്തായിരുന്നു ചെയ്തത്? എന്താണ് ഫസ്റ്റ് പർച്ചേസ് ചെയ്തത്, അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ഒന്നും ചെയ്തില്ല, ചുമ്മാ അടിച്ചു പൊളിച്ചു, ഫ്രണ്ട്സിന് ട്രീറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ ഗാഡ്ജറ്റ്സ് പണ്ട് മുതലേ ഇഷ്ടമുള്ള സംഭവമായിരുന്നു. കുറെ കാര്യങ്ങള് അന്ന് അങ്ങനത്തെ ക്യാമറയും ടാബ്ലറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി മെയിനായിട്ട്. പിന്നെ കുറച്ച് ട്രിപ്പ് പോയി, അങ്ങനെ സ്വന്തമായിട്ട് കോളേജിൽ നിന്ന് യൂഷ്വലി എന്താ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ. അന്ന് ഏത് ഇയർ ആയിരുന്നു ഇത്? അത് കോളേജ് ഒരു 3rd ഇയർ ആകുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കോളേജ് മൊത്തം ഫേമസ് ആയോ? അല്ലെങ്കിൽ അതെ, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കോളേജിൽ നിന്ന് കുറച്ച് പേർക്ക് മനസ്സിലായി. നമ്മള് അറിയുന്നതാണെങ്കിൽ ആ ഒരു കയ്യിൽ കിട്ടുന്ന കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു.